വാട്ടർ മെല്ലല്ലോ. ഇതെല്ലാം സോപ്പാണ്. ഇവിടെ കാല് മസാജ് ഇങ്ങനെയാണ്. ഈ മസാജ് ചെയ്യണമെങ്കിൽ നമ്മളെ നാട്ടില് ഇങ്ങനെയുള്ള സംഗതികളുണ്ട്. ഹിമാലയന്റെ എല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നില്ലേ, അതേപോലെ ഇതാ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പറ്റിയ സാധനം. ഇതാണപ്പോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഒരു വ്യൂ. ഇതെൻ്റെ തായ്ലാൻഡ് പട്ടയത്തിലുള്ള രണ്ടാമത്തെ ദിവസമായിരുന്നു. രണ്ടാമത്തെ ദിവസത്തിൽ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ബീച്ചിൽ പോയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ആണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലായിരുന്നു വരുന്നത്. ഇവിടെ കാണേണ്ട കാഴ്ചയാണ് ഒരുപാട്. ഇവിടെ മാർക്കറ്റിൽ എന്തൊക്കെ കിട്ടും അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും. എന്ത് ഈട്ടൊക്കെ സ്ഥലത്തിന് എന്തോ പേര് പറഞ്ഞിട്ടേ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇത് പോവാൻ പോകുന്നത്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇതാ ടിക്കറ്റ് എടുത്ത പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു സംഭവം. ഫ്ലോട്ട് മാർക്കറ്റ്. ഇതിന്റെ താഴെയൊക്കെ വെള്ളമാണ്. വെള്ളത്തിന്റെ മുകളിലാണ് ഈ ഷോപ്പുകളൊക്കെ ഉള്ളത് കേട്ടാ. രസമുണ്ട്. ഇതാണപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഒരു വ്യൂ. ഫുൾ വ്യൂ കണ്ടാ നല്ല രസമുണ്ട്. എടുത്തല്ലോ കാണുമ്പോൾ ഇടല. ഡ്രസ് എനിക്ക് നല്ല രസമുണ്ട്. എത്ര ഇതിനല്ലോ ഇതെല്ലാം ഓരോ ഇങ്ങനത്തെ പരീക്ഷണം തന്നെ. തന്നെ ഇവിടെ ഉണ്ട് ഒരു മസാജ്. വാട്ടർ ബോട്ടിൽ കൊണ്ട് പരീക്ഷിക്കുന്ന പരീക്ഷണം നടത്തുന്ന ആൾക്കാർക്ക് മനസ്സിലായി. ഈ ഡ്രസ്സുകളൊക്കെ എന്തോ ഒരു നീറ്റല്ലേ, ഒരു പൊടി പോലും ഇല്ലാണ്ട് നോക്ക്. വൈറ്റ് ഡ്രസ്സൊക്കെ എന്ത് നീറ്റിലല്ലേ. ഇതില് ആടെ നോക്ക്, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വൈറ്റ് ഒക്കെ ഉള്ള ഫുള്ള് പൊടി പിടിച്ചതല്ലേ. ഇത് ഒരു ഡോട്ടില്ല. ഇത്ര ക്ലീൻ മെയിൻറ്റെയിൻ ആക്കി നോക്ക്. സോപ്പ്, ഹെർബൽ സോപ്സ് ഓരോ ഷേപ്പില്. വാവ് എന്ത് വാട്ടർ മെല്ലല്ലോ. ഇതെല്ലാം സോപ്പാണ് ഗൈസ്. ഇങ്ങനത്തെ എല്ലാം ആണല്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ള. ഇവിടെയൊക്കെ ഫ്രൂട്ട്സിന്റെ സോപ്പ്. 69. നല്ല മണം ഉണ്ട് കേട്ടാ. എല്ലാ ഫ്രൂട്ട്സിന്റെയും ഉണ്ട് അല്ലേ. ഇവിടെ ഇപ്പൊ സ്പെഷ്യലായിട്ട് കണ്ട ഒരു സാധനമാണ് സോപ്പുകൾ. കണ്ടാ നമ്മളെ ഓരോ ഫ്രൂട്ട്സിന്റെ ഓരോ ഇവിടുത്തെ സോപ്പിൽ ഇഷ്ടപ്പെട്ടതാണത്. ഗണേശനും എല്ലാരും ഉണ്ട് കേട്ടാ. ഇവിടുത്തെ സോപ്പാണ് ഇത്. എന്ത് രസം. നല്ല സ്മെല്ലുണ്ട്. ബനാന അങ്ങനെ ഓരോ സ്റ്റാർ ഫ്രൂട്ട് എല്ലാം ഉണ്ട്. നല്ല ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ബബ്ലി മൂസ വരെ ഉണ്ട്. നല്ല രസമുണ്ട്. ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇതൊരു കോംബോ പാക്ക്. ലോഷന്, ഹെയർ സ്ക്രബ് അങ്ങനത്തെ ഉള്ള. ഇത് കുട്ടികളുടെ. നമ്മളവിടെ ഹിമാലയന്റെ എല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നില്ലേ, അതേപോലെ ഇതാ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പറ്റിയ സാധനം. എന്തായാലും രസമുണ്ട് വെച്ചാൽ അടിപൊളി. അത്ര അടിപൊളി ഈ സംഭവങ്ങളൊക്കെ നോക്കുമ്പോ. മാർക്കറ്റ് എന്ത് പറയല് മറ്റേ നമസ്കാരം. സവാദിക്ക. വെൽക്കം. സവാദിക്ക മീൻസ് നമസ്കാരം പറയുമ്പോൾ തന്നെ. നമസ്കാരം, നമസ്തേ. റിയോ ഇതില് റിയോ അവിടെ ഉള്ളേ. റിയോ ഇവിടെ കാല് മസാജ് ഇങ്ങനെയാണ്. എന്തോ എന്തോ പറഞ്ഞല്ലോ. ഈ മസാജ് ചെയ്യണമെങ്കിൽ നമ്മളെ നാട്ടില് ഇങ്ങനെയുള്ള സംഗതികളുണ്ട് ഗൈസ്. ഷോക്ക് അടിച്ചിട്ടുണ്ടായിനി. എന്താ മീൻ മസാജാണിത്. സനീറ വാടിക എത്രയാന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ തോണി മനസ്സിൽ ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങിയ പോരെ. ചെറിയ ഇടക്ക്
നമ്മളെ ഉന്നക്കായി അല്ല ഉന്നക്കായി എന്താ ഇതിനെ പറയുന്ന മറ്റേ ഇതില്ല ഉണ്ണിയപ്പം ചുടുന്ന മറ്റേ കുണ്ടലുണ്ട് ഇവിടെ. ഇങ്ങനത്തെ ഒരു തോണി മുറിച്ചാൽ മതി ഇവിടെ. ഇവിടുന്ന് ജീവിക്കാം മതിയല്ല നമുക്കെല്ലാം വിസയെല്ലാം മാറ്റി ഇവിടെ നിന്നാലോ. ഉണ്ടോ ചോളം ഇവിടുത്തെ ചോളം പൊരിക്കലല്ലേ ഇങ്ങനെയാണ്. ചക്കപ്പുട്ട് പോകുന്നുണ്ട് അവിടെ അപ്പുറം അവിടെ ചക്കപ്പുട്ട് പോകുന്നതാ. സോ ഇതൊരു വൈബാണ് കേട്ടോ ഈ ഒരു ഫ്ലോട്ട് മാർക്കറ്റിംഗ്. എന്താ ഇങ്ങനെ ഒരു മാംഗോ റൊട്ടി മാംഗോ റൊട്ടി പിന്നെന്ത് പറഞ്ഞത് ബനാന റൊട്ടി മാംഗോ റൊട്ടി ബനാന റൊട്ടി എല്ലാം കിട്ടും. ദുരിയൻ ടേസ്റ്റ് ഇല്ല കേട്ടോ. മാംഗോ എല്ലാം ട്രൈ ചെയ്തോളൂ അടിപൊളിയായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട് ഒരു വൈബ്. ഇടതാ മീനുണ്ട് മീനിന് തീറ്റ കൊടുക്കാം. സൗത്ത് കൊറിയ. ഇവിടെ ഒരു വ്ളോഗർ വന്നിട്ടുണ്ട് ഞങ്ങളെ വെച്ച് വിടുന്നുണ്ട്. നൈസ് ടു മീറ്റ് യു. ഓക്കെ ഞാനെല്ലാം പേര് പറയാൻ മതി. Korea. We are planning to come. When? We are planning. Next year. Okay? What is your channel name? Do subscribe. അല്ല നീ നിന്റെ Okay, do live. ലൈവ് വീഡിയോ. You loud. Oh my god. Live. We are from India. I am from India. I am from India. She is my husband. My husband Amarat. Hey, Dubai. come. She is helping you. Hey. Sorry, hi. Hi. ചാനലിന്റെ പേര് നോക്കിയാ One, okay, one. ഇവര് ഇടുന്ന മുതലാച്ചി തിന്നോന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട്. അള്ളാഹു അല്ല എന്താവുന്ന് തിന്നാൻ പോകുന്ന ആള് ഇതാടെ ഇരിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായാലുണ്ട്. അതിപ്പോ ഇപ്പൊ ടൈം അറിയില്ല. വെള്ളത്തിന്റെ നമ്മളെ ഗുസ്തി ചെയ്യുന്ന ടൈപ്പ് അല്ലേ. അതിൽ ഇങ്ങനത്തെ അടുത്ത് മേടിച്ചായിരിക്കും. പട്ടായത്തിലുള്ള ഒരു അമ്പലാണിത്. പോകാൻ പറ്റിയാല് 1981 കെട്ടാൻ തുടങ്ങിയ അമ്പലം. ഇന്ന് പണിയെടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇതില്ലേ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ് ഈ ഒരു അമ്പലം. നമുക്ക് അവിടെ പോകാൻ പറ്റിയാ 1981 പണി തുടങ്ങിയത്. ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല. നമുക്ക് പറ്റണമെങ്കിൽ അവിടെ പോയി നോക്കാട്ടോ. അവിടെ സെഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു റിയൽ ആയ എന്തോ സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ സംഭവം നമുക്ക് ഒരു പറ്റെങ്കിൽ അവിടെ പോവാ കേട്ടോ. പിന്നെ മണി ഹിസ്റ്റ് എന്ന് പറഞ്ഞൊരു വെബ് സീരിയൽ ഉണ്ട്. അതിട്ടുണ്ട് അവിടെ ടോക്കിയോ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഓക്കെ അതിന്റെ ഉള്ളിലൊന്നും ഇല്ലല്ലേ? ഇല്ലപ്പാ ഉള്ളിലാരുമില്ല. അതൊരു കാറ്റ് നിറയ്ക്കുന്നയാന്ന് ഉണ്ടാ ഇതാ വരുന്നു. ഞാൻ വിചാരിച്ച് നമ്മള് ഒരു ബേജാറിൽ ഞാൻ നിൽക്കുന്നത്. ഇടൊക്കെ പച്ചു ഇവിടെ ഇതാ പാക്കേജ്. ആക്ച്വലി ഇതാ പാക്കേജ് അല്ലേ? എന്ത് തായ്ലാന്റ് ആൾക്കാരുടെ റൈസ് ഇല്ല, വൈറ്റ് റൈസ് റൈസ് ഇങ്ങനെ വരുന്നു കണ്ടാ. ഇത് വൈറ്റ് ഇങ്ങനെ കളറായിട്ട് വരും. നമ്മളത്തെ കർക്കട പായസത്തിന് അതുപോലെ അങ്ങനത്തെ തന്നെ അവര് റൈസ്. ഇതൊരു ചോറ് തന്നെ സാധാരണ ഫുഡ് അവർക്ക്. അതിങ്ങനെ കോരിട്ട് അവരിങ്ങോട്ട് വെക്കും. ഇത് അവക്കാടെ ജ്യൂസ് വലിയ വാങ്ങി. ജ്യൂസൊക്കെ നല്ല വൃത്തിക്ക് അടിച്ചു തരും അല്ലെ? നല്ല വൃത്തിയുള്ള കുപ്പിയിലല്ലോ. അവിടെ ഒരു മെഷീൻ നോക്കാതെ അവര് ആ ചോറില്ലേ ഇങ്ങനത്തെ ഒരു ഫ്രൂട്ടിന്റെ കൂടെ കഴിക്കല്. അത് മനസ്സിലായി. ദുറിയന് കൂടെ മറ്റേ ബ്ലൂ റൈസ് നമുക്കിപ്പോ മാംഗോ റൊട്ടിയിലാക്കി തന്ന പോലെ തന്നെ അല്ലേ? നോക്ക് അവക്കാടെ ജ്യൂസ് ഒക്കെ കുടിച്ചോ. എങ്ങനെയുണ്ടോ നോക്ക് ടേസ്റ്റ്. ഒരു സൈഡില് മീൻ മസാജ് നടക്കുന്നുണ്ട്. ഒരു തരം വൈബ്. ഞങ്ങൾ ആ മാംഗോ സ്റ്റിക്കി റൈസ് ടേസ്റ്റ് ചെയ്യാൻ പോകണം എന്തായാലും. ഞാൻ മാംഗോ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓ ഇങ്ങനെ. അപ്പൊ റൈസ് എടുത്തു താഴെ ഉണ്ട്.
അതിൽ കുറച്ച് പാലെന്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ തായ്ലൻഡ് വന്നാല് ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇത് എനിക്ക് ഇവിടെ വന്നിട്ട് എല്ലാ ഫുഡിനായിട്ട് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാംഗോ സ്റ്റിക്കി റൈസ് നല്ല അടിപൊളി ടേസ്റ്റ്. നീ ട്രൈ ചെയ്തോ? ഇതെല്ലാം സ്പെഷ്യലാണ്, ഒരു സ്പെഷ്യലാണ്. 50 തായ്ബാത്താണ്. അതാ മാംഗോ സ്റ്റിക്കി റൈസ്. അതിന്റെ പേരുണ്ടോ? മാംഗോ സ്റ്റിക്കി റൈസ്. ഇതൊരു സ്റ്റിക്കി ഉണ്ട്, ഈ കളറും സ്റ്റിക്കി പോലെ തന്നെ ഉണ്ട്. അത് കളർ അറിയില്ല, നമ്മളെ കർക്കിട പായസം മെഡിസിൻ ഇതൊന്നോ. ആ സമാധാനത്ത് വന്നിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു സ്ഥലം. അവരൊക്കെ ഇരുന്നിട്ട് തിന്നുന്ന ഭയങ്കര ഒരു പീസ് ആയിരിക്കും അല്ലേ? മൈൻഡെല്ലാം ഒന്ന് ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ തിന്നാനല്ലോ. ആ ഇതിപ്പോ ഇവിടെ തന്നെ അപ്പന്നെ റെഡി കൊടുക്കുന്നല്ലേ, ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ? ആ ഒരു നമ്മളെ നാട്ടിലെ തട്ടുകട വൈബ് ഇത്. തട്ടുകട വൈബ്. നമ്മളെ നാട്ടില് മാങ്ങ പോലത്തെ ഇവിടെ എന്തോ ഒരു പഴമുണ്ട്, എന്താന്നറിയില്ല. ഇപ്പൊ ഇതിന്റെ അടുത്ത് തയ്ത്തു. ഇതെന്റെ ഫേവറേറ്റ് ഷോപ്പാണ് അല്ലേ? ആടെ അതെല്ലാം നല്ല രസമുണ്ട്. ഇതെല്ലാം കൈ കൊണ്ടാക്കിയ പോലെ ഉണ്ട് ഈ സാധനം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ചെരുപ്പിന്റെ ഷോപ്പുണ്ട്, കാണിച്ചറാ ഉണ്ടോ? അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകാൻ പാണ്. ഇനി നെക്സ്റ്റ് ഉണ്ട്. യാ ഗോയിങ്.